ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ ടാൻ അടിച്ചതും കാലിൽ നല്ല ഡാർക്കായിട്ട് നമ്മുടെ ഫേസിലും കയ്യിലേക്കാളും ഇച്ചിരി ഡാർക്കായിരിക്കും നമ്മുടെ കാല്. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എൻ്റെ ഈ കാലിൽ ഇങ്ങനെ ഈ വിരലുകളിൽ ഇങ്ങനെ കറുത്ത പാടുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പം റെഗുലറായിട്ട് ഷൂ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഓഫീസിൽ ഷൂ ഇട്ടുകൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. കുറച്ച് ദിവസമായിട്ട് ഒരു വീക്കായി ഞാനൊന്ന് കാലൊന്ന് കെയർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ബഞ്ചാറാസിൻ്റെ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ് ഇതിന് വരുന്നത്. നല്ല സ്മെല്ലൊക്കെ ഉള്ള സാധനം, എനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നേച്ചേഴ്സിൻ്റെ ലാക്ടോ ബ്ലീച്ചാണ് എടുത്തേക്കുന്നത്. ഇതിന് 100 രൂപയുള്ളൂ. ഇത് നമ്മുടെ ലേഡീസ് സ്റ്റോറുകളിലൊക്കെ അവൈലബിളാണ്. പക്ഷേ ഈ ഒരു സാധനം ഇപ്പോൾ നമുക്ക് അധികം മേടിക്കാൻ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് കടകളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ മേടിക്കാൻ പോകുന്നവരിത് മേടിക്കുകയാണെങ്കിൽ 2-3 എണ്ണം മേടിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഈ ടിഷ്യൂ ടൈപ്പുള്ള റിമൂവർ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരുപാട് ലാസ്റ്റ് ഈ ഒരെണ്ണം മതി, ഒരു കോട്ടൺ മതി നമ്മുടെ കാലിൽ ഈ നെയിലെല്ലാം ഒറ്റയടിക്ക് കളയാൻ, ഈ നെയിൽ പോളിഷെല്ലാം ഒറ്റയടിക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം മതിയാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഈ സൈഡിലുണ്ടാകും എനിക്ക് ഈ സൈഡിൽ രണ്ടിടത്ത് ഈ തൊലി കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് കളയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി, അന്നേരം അതങ്ങ് പോകും. പിന്നെ നമ്മൾ ആ നെയിൽ പോളിഷ് റിമൂവർ ഇട്ട് നമ്മുടെ കാലിലെ നെയിൽ പോളിഷൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ നഖത്തിനിടയിൽ കൊണ്ട് ചെളികളൊക്കെ ഉള്ളവർ, ഈ ചെരുപ്പില്ലാതെ പുറത്ത് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെളികളൊക്കെ ഒത്തിരി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാതെ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. എൻ്റെ നഖത്തിനിടെ അധികം ചെളിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് വെച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലാതെ എടുക്കാൻ പറ്റും, വേദനയൊന്നുമില്ലാതെ. അത് ഞാൻ ആ ലാക്ടോ ക്രീമാണ് ഞാൻ കാലിൽ പറ്റുന്നത്. അത് വെച്ചിട്ട് നല്ലതായിട്ട് ചെറിയൊരു സ്ക്രബ്ബർ പോലെ ഇരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഒരു 20 മിനിറ്റ്സോളം വെച്ചതിന് ശേഷം നമ്മളത് കഴുകാൻ നേരം ജസ്റ്റ് കൈ വെച്ചൊന്ന് നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുത്ത് കഴുകി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ സാധാ പച്ചവെള്ളത്തിലാണ് ഞാൻ കാല് കഴുകി കൊടുത്തത്. നന്നായിട്ട് കാല് കഴുകിയ ശേഷം നമ്മുടെ ടിഷ്യൂ എല്ലാം വെച്ചൊന്ന് ഒപ്പിയെടുത്താൽ മതി. ഡയറക്റ്റ് കോട്ടൺ വെച്ച് നമ്മുടെ സ്കിൻ ഒരിക്കലും അങ്ങനെ ഉരയ്ക്കില്ല. നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഒപ്പിയെടുക്കുകയും ചെയ്യാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ നെയിൽ പോളിഷ് എടുത്ത് കൊടുത്തു. ഞാൻ ഈ ആലോവേറ ജെല്ല് തേക്കുന്ന വീഡിയോ ഇതിന് ശേഷമാണ് നമ്മൾ ആലോവേറ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, കാലെല്ലാം കഴുകിയതിന് ശേഷം. അപ്പോൾ അത് ചെയ്യുന്നത് വീഡിയോ അലോവേറ ജെല്ലിടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് കളർ നെയിൽ പോളിഷ് എടുത്ത് വെച്ചു. അപ്പോൾ അതാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.